ഇലക്ഷനൊക്കെ നന്നായി തകൃതിയായിട്ട് നടക്കണ്ടെങ്കിൽ പോലും ഇലക്ഷന്റെ ഒരു വക ഇതും ഈ കോട്ടയത്തില്ല. കാരണം എല്ലാവർക്കും രാഷ്ട്രീയ പാർട്ടി ഉണ്ട് എങ്കിൽ പോലും ഒരാളും കൊടികളും മറ്റുള്ള കാര്യങ്ങളും മറ്റേ ഉള്ള പ്രവർത്തനങ്ങളൊന്നും ഇല്ല, ഒക്കെ പുറത്തുണ്ട്. പിന്നെ പഴയ കാലം മുതൽ തന്നെ ഞങ്ങൾ വളരെ ഐക്യത്തോട് കഴിഞ്ഞിരുന്നൊരു സ്ഥലമാണ്. ഇവിടെ ഒരു 4-5 വീടുണ്ടായിരുന്നുള്ളൂ. പിന്നെ വന്നു ചേർന്നാണ് ഈ വീടുകളൊക്കെ. അപ്പൊ അന്നത്തെ ഞങ്ങളുടെ കാരണന്മാർ പറഞ്ഞു തന്നുള്ള ഐക്യം ഇന്നും ഞങ്ങൾ നിലനിർത്തി പോകുന്നു. ജാതിമത വ്യത്യാസം ഇല്ലാതെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ചും സഹായിച്ചും. പിന്നെ കോട്ടയം ഒന്നിന്റെ കൂട്ടായ്മ 5 വർഷമായിട്ട് ഞങ്ങൾ വളരെ നല്ല നിലയ്ക്ക്, അതിൽ ഇല്ലാത്തവനും ഉള്ളവനും എല്ലാവരും ഉണ്ട്, എല്ലാവരും ഒരേപോലെ കാണാൻ കഴിയുന്ന ഒരു സ്ഥലമാണ് ഈ കോട്ടയംകുന്ന്. തദ്ദേശ തിരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ നാടെങ്ങും പ്രചരണ ചൂടിലാണ്. പ്രചരണ വാഹനങ്ങളും ജാഥകളും മാത്രമല്ല, സ്ഥാനാർത്ഥികളുടെ കവലപ്രസംഗങ്ങളും ഗാനങ്ങളുമെല്ലാം ഓരോ ഗ്രാമങ്ങളിലും വാഹനങ്ങളിൽ ഓടി നടക്കുന്നു. ഓരോ കവലകളും ഗ്രാമങ്ങളും കൊടിത്തോരണങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. എന്നാൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ ഒരു ഫോട്ടോ പോലും തിരഞ്ഞാൽ കാണാത്ത ഒരു പ്രദേശമുണ്ട് ചങ്ങരകുളത്ത്. ആലംകോട് പഞ്ചായത്തിലെ 15-16 വാർഡുകൾ ഉൾപ്പെടുന്ന കോട്ടയംകുന്ന് എന്ന പ്രദേശത്താണ് കൗതുകം നിറഞ്ഞ ഈ ഒരു കാഴ്ച. കഴിഞ്ഞ 5 വർഷമായി ഇവിടെ ഇങ്ങനെയാണ്. കേരളത്തിൽ പ്രത്യേകിച്ച് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ശക്തമായ പ്രചരണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ പ്രദേശമായ കോട്ടയംകുന്നത്ത് യാതൊരു വിധത്തിലുള്ള സ്ഥാനാർത്ഥികളുടെ ഫ്ലക്സുകളോ തോരണങ്ങളോ ഒന്നുമില്ലാതെ ഒരു പ്രചരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയമുണ്ട്. എന്നിരുന്നാലും അത് പോസ്റ്ററുകളായിട്ടും അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളോ ഫ്ലക്സുകളായിട്ടൊന്നും നമ്മൾ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ 5 വർഷങ്ങൾക്ക് മുന്നേ ഞങ്ങളിവിടെ കോട്ടയംകുന്ന് കൂട്ടായ്മ എന്നുള്ള ഒരു സംവിധാനം ഞങ്ങളിവിടെ കൊണ്ടുവന്നു. അതിൽ ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ മനുഷ്യരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവരുടെ കണ്ണീരൊപ്പാൻ കഴിയുന്ന ഒരു സംഘടനയാക്കി ഈ പ്രദേശത്തുള്ള എല്ലാവരും കൂടി അതിനെ മാറ്റുകയാണ് ഉണ്ടായത്. ഇവിടത്തുകാർക്ക് കൃത്യമായ ഒരു രാഷ്ട്രീയമുണ്ട്, മതവും ജാതിയും വിശ്വാസവും ഉണ്ട്. എല്ലാത്തിനും പരിമിതികൾ ഉണ്ടെന്ന് മാത്രം. ഒരു 5 വർഷം മുന്നേ ഇവിടെ രാഷ്ട്രീയമായിട്ടുള്ള കൊടികളും മറ്റുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അത് ചീന്തലും പിടിക്കലൊക്കെ ഉണ്ടായിട്ട് പല വിഷയങ്ങളും ഉണ്ടായിരുന്നു. ലഹരി അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. അപ്പൊ ഞങ്ങളുടെ നാട്ടിലെ എല്ലാ ആൾക്കാരും, ആണും പെണ്ണും എല്ലാ ആൾക്കാരും വ്യത്യാസമില്ലാതെ ഞങ്ങളൊരു കൂട്ടായ്മ രൂപീകരിച്ചിട്ട് ഇപ്പോൾ ഇവിടെ ഈ ഒരു 100 വീട് ഉൾപ്പെടുന്ന പ്രദേശത്ത് കൊടികളോ ജാതിപരമായിട്ടോ പിന്നെ രാഷ്ട്രീയപരമായിട്ടോ കൊടികളോ തോരണങ്ങളോ വെക്കരുതെന്നും പിന്നെ സംസാര വിഷയത്തിൽ പോലും അത് ഉണ്ടാവരുതെന്നാണ് ഞങ്ങൾ എടുത്ത തീരുമാനം. വർഷങ്ങൾക്ക് മുമ്പ് രാഷ്ട്രീയമായി നടന്ന ചില അനിഷ്ട സംഭവങ്ങളും തുടർന്നുണ്ടായ പോലീസ് കേസുകളുമാണ് ഇവിടത്തുകാരുടെ മനം മാറ്റിയത്. പ്രദേശത്തെ പ്രവാസികൾ അടക്കമുള്ളവർ ചേർന്ന് കോട്ടയംകുന്നത്ത് കൂട്ടായ്മ രൂപം നൽകി. ഗ്രാമത്തിലെ 120ഓളം വീടുകളിൽ മുഴുവൻ ആളുകളും ഈ കൂട്ടായ്മയിൽ അംഗങ്ങളാണ്. ഞങ്ങളുടെ മുൻപന്തിയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് സെയ്നു, അതുമാതിരി ഷാജഹാൻ, ജയൻ, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ, റഷീദ്, അങ്ങനെ കുറെ ആളുകൾ പേര് പറയാൻ ഒരുപാടുണ്ട്. എല്ലാവരും നന്നായിട്ട്, രാധാകൃഷ്ണൻ, രാഹുല്, പിന്നെ അതുമാതിരി നമ്മുടെ ബുക്ക, അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. ഇനിയും ഒരുപാട് ആൾക്കാരുടെ പേര് പറയാനുണ്ട്. അപ്പൊ അവരുടെയൊക്കെ ഒരു നല്ലൊരു മനസ്സും ഞങ്ങളൊക്കെ മറ്റുള്ള ഈ വരും തലമുറയെ നല്ലൊരു വഴിക്ക് നയിക്കാനുള്ള ഒരു വഴികാട്ടി കൂടിയിട്ടാണ് ഇവര്. എല്ലാ ആഘോഷങ്ങൾക്കും ഇവർ ഒത്തുചേരും. എല്ലാ ആഘോഷങ്ങളും ഇവർ ഒരുമിച്ച് ആഘോഷിക്കുകയും ചെയ്യും. സൗഹൃദം നിറഞ്ഞ രാഷ്ട്രീയം ഇവർ പങ്കുവയ്ക്കും. ഇവിടെ ഉള്ള വ്യക്തികൾക്ക് ആർക്കെങ്കിലും ഹോസ്പിറ്റൽ കേസ് വന്നു കഴിഞ്ഞാൽ അർജന്റായിട്ട് ഞങ്ങൾ കൊടുക്കുന്ന 5000 ഉറുപ്പിയാണ് അപ്പത്തെ ഇതില്. അത് ഞങ്ങൾ മാസം ഇതിന് വേണ്ടിയിട്ട് ഒരു ഫണ്ട് രൂപീകരിച്ചിട്ട് സ്വരൂപിക്കുന്നുണ്ട്. ഇപ്പോൾ മറ്റുള്ള പ്രദേശത്ത് പോയ പോലെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ പേടിയാണ്. പോകുമ്പോൾ നമ്മൾ വണ്ടിയായിട്ടാണെങ്കിലും പിന്നെ നടന്നു പോവുകയാണെങ്കിലും ഒരു കൊടി ചീന്തിയാൽ പേടിയാണ്, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്നുള്ളത്. പക്ഷേ എല്ലാവരും പറഞ്ഞത് ഈ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒരു കൊടി പോലും കാണില്ല, ഒരു സമാധാന അന്തരീക്ഷമാണ്. നമുക്ക് ആർക്കും പുറത്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ നാടിനെ കുറിച്ച് ഒരു പേടിയും ഒരാൾക്കും ഇല്ല. അതാണ് ഇപ്പോൾ കോട്ടയം കൂട്ടായ്മയെ കുറിച്ചിട്ട് എനിക്ക് പറയാനുള്ളത്. എല്ലാ സ്ഥാനാർത്ഥികളുടെ വീടുകളിലും ഇവർ വോട്ട് ചോദിക്കും. ഒന്ന് മാത്രം, ചൂടുള്ള രാഷ്ട്രീയം വേണ്ട, ലഹരി വേണ്ട, തീരുമാനങ്ങൾ കൂട്ടം ചേർന്നെടുക്കും. ജീവകാരുണ്യ പ്രവർത്തനത്തിനായാലും എന്തായാലും നമ്മളൊരു കാര്യം, ഒരു കൂട്ടായ്മ ഉണ്ടെങ്കിലും കമ്മിറ്റി ഉണ്ടെങ്കിലും ഇവിടെ ഈ നാട്ടിന്റെ എല്ലാവരും ഒരുമിച്ച് നിന്നിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യാറുള്ളത്. അത് പൂരമായിക്കോട്ടെ, നബിദിന പരിപാടി ആയിക്കോട്ടെ, എന്താണെങ്കിലും ഐക്യമായിട്ട് ഒറ്റ സ്വരത്തിലാണ് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്യാറുള്ളത്. മെയിനായിട്ട് ലഹരിക്കെതിരെയുള്ള ഒരു മാറ്റമാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. ചുറ്റിലും രാഷ്ട്രീയ പ്രചരണങ്ങൾക്ക് ചൂട് പിടിക്കുമ്പോഴും നിശബ്ദമായ കോട്ടയംകുന്ന് ശാന്തമായ ഇവിടുത്തെ ജനങ്ങളും തിരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുകയാണ്. സമാധാനപരമായിട്ട് വീട്ടിലിരിക്കാൻ പറ്റിയ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഈ കോട്ടയംകുന്നത്തുള്ളത്. മറ്റുള്ള പല സ്ഥലങ്ങളിലും നമ്മൾ പലതും കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഞങ്ങളെ കോട്ടയംകുന്നത്ത് അങ്ങനെ ഒരു പ്രശ്നമില്ല.
രാഷ്ട്രീയം നോക്കാതെ മതം നോക്കാതെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിയും നല്ല നിലക്കാണ് ഞങ്ങൾ ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകുന്നത്. എന്നും ഈ ഒത്തൊരുമ കൂട്ടായ്മ നിലനിൽക്കട്ടെ. അതിന് ഈ നാട്ടിലുള്ള ചെറുപ്പക്കാരും പ്രായമായവരും എല്ലാവർക്കും നല്ലൊരു അഭിനന്ദനവും ബിഗ് സല്യൂട്ടും നൽകുകയാണ്. ഇതെല്ലാവർക്കും ഒരു മാതൃക ആവട്ടെ എന്നും പ്രാർത്ഥിക്കുകയാണ്. CNTV ചങ്ങരംകുളം.